ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ലുലു വരെ പോയാലോ? ഇന്ന് കുറച്ച് ബീഫ് വാങ്ങാമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ പോയ ഞാൻ ചെന്ന് നിൽക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ മാളിൽ പോയുള്ള അവസ്ഥ. വേണ്ടതും വേണ്ടാത്തതൊക്കെ നമ്മളെ മാടി വിളിക്കും. നെയ്ക്ക് നല്ല ഓഫറുണ്ട്, ഒട്ടും ആലോചിച്ചില്ല, പൊക്കിയിട്ടു. ഹായ്, നല്ല ക്ലോക്കിൻ്റെ കളക്ഷൻസ്. പിന്നെ തെക്ക് വടക്ക് നടക്കുന്ന നമുക്ക് എന്തിന് ഇനിയും ക്ലോക്ക്? സമയം ഒട്ടും ശരിയല്ല. മാങ്ങ അതെൻ്റെ വീക്ക്നെസ്സാണ്. എവിടെ കണ്ടാലും പെറുക്കിയെടുക്കും. മിക്കവാറും മാങ്ങയിൽ ഞാനൊരു താജ്മഹൽ പണിയും. പിന്നെ സവാള, ഗിരിഗിരി, വെളുത്തുള്ളി. ഡ്രിങ്ക്സിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് 4 നേരം ഡ്രിങ്ക്സ് അടിക്കാൻ പറ്റുമോ? അല്ല പിന്നെ. ടോയ്സ്, പാത്രങ്ങൾ ഒക്കെ കിടിലൻ ഓഫറാണ്. എൻ്റെ അമ്മോ, തൊട്ടാ പൊള്ളുന്ന സാധനമല്ല ഇത്. ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഓഫർ എന്ന് കേട്ടാൽ ചാടിക്കേറി എടുക്കാതെ എല്ലാം കൂട്ടിക്കിഴിച്ച് മാത്രം എടുക്കുക, അല്ലെങ്കിൽ പണി റോക്കറ്റിൽ വരും. നാളികേരത്തിന് റേറ്റ് വരും 47 രൂപയുള്ളൂ. ആഹാ, കൊള്ളാലോ. അയ്യോ, ഒരു പീസിനാണ് കേട്ടോ. ഒരു പീസ് മാത്രം എടുക്കുകയാണെങ്കിൽ 47 രൂപ. ആഹാ, മുട്ടയ്ക്ക് നല്ല ഓഫറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തി. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. എത്ര വീരശൂര പരാക്രമി ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കിടക്കുന്ന കിടപ്പ് കണ്ടോ. എന്നും ബീഫിന് ഓഫർ കാണാറുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. റേറ്റ് കുറവുള്ളത് കാളയും മറ്റേത് പോത്തുമാണ്. എന്നാൽ പിന്നെ ലാവിഷായിക്കോട്ടെ, 1 കിലോ ബീഫ് അങ്ങോട്ട് എടുക്കാം അല്ലേ? പിന്നെ ഇരിക്കുന്നു അണിയറയിൽ ഒരുമിച്ച് തീന്മേശയിൽ എത്താനുള്ള വിഭവങ്ങൾ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നു. ഈ ചിക്കനും മട്ടനൊക്കെ എന്നാണ് ഉണ്ടായതല്ലേ? ഇതൊക്കെ മീനാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് പൊരിച്ചേനെ. എനിക്ക് ഈ ചിക്കനും മട്ടനേക്കാളൊക്കെ കൂടുതലിഷ്ടം മീനിനോടാണ് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. ഇനി എൻ്റെ നെക്കിനെയും മീനു എന്നായത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കടൽ ഭരിക്കുന്ന ആളുകളെ ഒന്ന് കണ്ടാലോ. അങ്ങ് ഭടന്മാർ മുതൽ രാജാവും പ്രാണിയും വരെയുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ മീനുകളെക്കാളൊക്കെ നമുക്കിഷ്ടം കൂടുതലും ചെറിയ മീനുകളോടായിരിക്കില്ലേ. എത്ര വെറൈറ്റി മീനുകളാണല്ലോ ഉള്ളത്. പാവങ്ങൾ, അവർക്ക് വലിയ ജീവിതം കഷ്ടം തന്നെ. കഷ്ടപ്പെട്ട് കിട്ടിയിരുന്നവർ ഇഷ്ടപ്പെട്ട് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യില്ലേ? എല്ലാവരും ഒന്ന് നോക്കിക്കേ, എങ്ങനെയുണ്ട് മീനിൻ്റെ കളക്ഷൻസൊക്കെ. ഇതിലെല്ലാ മീനുകളും എല്ലാവർക്കും അറിയാൻ പറ്റുമോ? പേരുകളൊക്കെ അറിയാൻ പറ്റുമോ? നമ്മൾ കണ്ടതും കാണാത്തതുമൊക്കെ ഒരുപാട് മീനുകളുണ്ടാവില്ലേ. നമ്മൾ മേടിക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാനല്ലേ. അതുകൊണ്ടാണല്ലേ നമ്മൾ കൂടുതലും ആളുകൾ. അപ്പം നമ്മുടെ മനസ്സ് മാത്രം നന്നായി പോരാ, ഈ വക സാധനങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുക. മധുരം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷേ ഈ സാധനം എനിക്ക് വെറുതെ തന്നാൽ പോലും ഞാൻ കഴിക്കില്ല. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, ഏതോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് വന്ന വഴി മറക്കരുതെന്ന്. അപ്പം ഞാൻ എന്തായാലും വഴി മറന്നിട്ടില്ല, അത് വാക്ക് പാലിച്ചിട്ടുണ്ട്. വഴി തെറ്റിപ്പോയി കേസ്, വന്ന സ്ഥലത്തിന് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീഡിയോയിലൂടെ കാണാം. ടാറ്റ, ബൈ ബൈ.